നമ്മുടെ മീനുട്ടി പറയുന്ന പോലെ ആ. മനോഹരമായ ഈ എപ്പിസോഡില് അതെ. അടുത്തതായിട്ട് ഇവിടെ വരുന്നത് കണ്ണൂരിൽ നിന്നും ദിയ. യെസ്, ദിയക്കുട്ടി, വെൽക്കം. പാറിക്കളിക്കുന്ന കുഞ്ഞിക്കേളിയുടെ പിന്നാലെ പോരണ്ട, റാഗി പരക്കുന്ന ചെമ്പരുന്തേ ഓടിയോളിച്ചോളി. അമ്പുണ്ട് വില്ലുണ്ട് ചങ്കിനൂറപ്പുണ്ട് ചങ്ങാതി കൂട്ടങ്ങൾ കൂടെയുണ്ട്, എൻ്റെ കാവലിനെന്നും ഞാനുമുണ്ട്, അങ്ങനെ വേണം. ഇതാണോ ദിയ? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, Happy birthday. Happy birthday. ആര്യ സർപ്രൈസ് ആയാ? സർപ്രൈസ് ആയല്ലേ? എനിക്ക് തോന്നുന്നു ആര്യയുടെ ഒരുപാട് ഗാനങ്ങൾ അല്ലേ? ആരെയും ഞാനും കൂടെ കുറച്ച് ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം. യെസ്, ഏറ്റവും അധികം ഹാപ്പി ആവുന്നത് മാഡം ഇവിടെ വരുമ്പോഴാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർപ്രൈസ്. എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ട്. പിന്നെ കുട്ടന് ഞാനും കൂടെ ചെയ്തിട്ടുണ്ട്, മൂവി ചെയ്തിട്ടുണ്ട്. അതെ, അതെ. അപ്പൊ എല്ലാരും ഒന്ന് കാണാനുള്ളൊരു സന്തോഷം. തീർച്ചയായിട്ടും. ചേച്ചി വെൽക്കം ടു ടോപ്പ് സിംഗർ. യെസ്, അതെ, ഇങ്ങനെ ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ മൊമെന്റിൽ വന്നതിന് പ്രത്യേകം നമസ്കാരം. തീർച്ചയായിട്ടും. ഞാനും ചേച്ചിയും കൂടെ പാട്ട് ചെയ്തിട്ടുണ്ട്, സിനിമയിലെ പാട്ട് മതിലേക്ക് ചാരി മറയുന്നത് എന്തേന്നുള്ള പാട്ട് മറയുന്നത് ചെയ്തിട്ടുണ്ട്. എന്തേ. അത് നമ്മുടെ ജയേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പാട്ട്. പി ജയചന്ദ്രൻ എപ്പോ കണ്ടാലും പറയുമായിരുന്നു അത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ആര്യക്കുട്ടി, ക്യാപ്റ്റൻ. ആര്യ ആദ്യം എന്റെ മോളുടെ ഒപ്പമാണ് എന്റെ വീട്ടിലേക്ക് കയറി വന്നത്. ഒരു പാട്ടിന്റെ കാര്യത്തിൽ, ഒരു വർക്കിന് വേണ്ടി, ഗവൺമെന്റിന് വേണ്ടി നമ്മൾ ചെയ്തല്ലേ അത്. വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി അവനിപ്പോ ഞാൻ പാടി മൂളി വന്നത്, പറഞ്ഞു മൂളി വന്നത് പാടാനെന്ന് പറയില്ല. അപ്പം അന്ന് വന്നപ്പോ തന്നെ മോള് വിളിക്കുന്ന പോലെ അമ്മയെന്ന് തന്നെ അവള് വിളിക്കുക. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു ശശിയും കൂടെ കൂട്ടും. ശശിമ്മ. എന്ന് വിളിച്ചിട്ട് ഓടി കയറി വരിക. അപ്പൊ അന്ന് തുടങ്ങിയ ഒരു കണക്ഷനാണ്. പിന്നെ അതാണ് ഞങ്ങള് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ ശശിമ എന്ന് പറയുന്നത് ശശികല ചേച്ചിയാണ്. എത്രയോ ബ്യൂട്ടിഫുൾ പാട്ടുകൾ എഴുതുന്ന ആളാണ്. അപ്പോൾ ഞാനും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ആര്യ വർക്ക് ചെയ്തിട്ടുണ്ട്, ഉണ്ണിച്ചേട്ടനും അറിയാം, നമുക്കെല്ലാം എനിക്ക് നല്ലോണം പരിചിതമാണ്. അറിയാം. Yes. തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായും അതും ദേവരായ മാഷപ്പം ചെയ്തിട്ടുണ്ട്, രവീന്ദ്രൻ മാഷപ്പം ചെയ്തിട്ടുണ്ട്, പിന്നെ എ ടി ഉമർ സാറ്, രാഘവ മാഷപ്പം ചെയ്തിട്ടുണ്ട്. അത് സ്കൂൾ കാലഘട്ടത്തിലാണ്. അത് പിന്നെ തിരിച്ചു വന്നപ്പോഴും കുട്ടന്റെ ഒപ്പം ചെയ്തു, വിജയപാലിന്റെ ഒപ്പം ചെയ്തു, ശരത്തിന്റെ ഒപ്പം ചെയ്തു. ഇപ്പൊ കുട്ടികളുടെ ഒപ്പം നിൽക്കുകയാണ്. ശശിമ്മ മലയാളത്തിൽ ഏറ്റവും അധികം ഗാനങ്ങൾ എഴുതിയിട്ടുള്ള വനിതയാണ്, വിച്ച് ഇസ് ഗ്രേറ്റ്. Yeah. പക്ഷെ എനിക്ക് അതിലൊക്കെ മേളില് ഞാൻ കൊച്ചിയിലേക്ക് വന്നപ്പം, കണ്ണൂരാണ് എൻ്റെ സ്ഥലം, കൊച്ചിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ട്, എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ടെന്ന് തോന്നിയത് ലക്ഷ്മിയുടെ അടുത്തും ശശിമ്മയുടെ അടുത്തും എത്തിയപ്പോഴാണ്. വിച്ച് ഇസ് റിയലി സ്പെഷ്യൽ ഫോർ മീ. ഇവിടുത്തെ എൻ്റെ ഫാമിലിയാണ്, എൻ്റെ കുടുംബമാണ് ശശിമ്മയും ലക്ഷ്മിയും എല്ലാം. സർപ്രൈസായി. അതില് മേളില് ഭയങ്കര സന്തോഷമായി ശശിമ്മേനെ ഇവിടെ കാണാൻ പറ്റിയത്. ആര്യയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെരി ടാലന്റഡ് ഗേൾ. കാരണം ഞാനിപ്പോ ദേവരാമാഷിൽ തുടങ്ങി, ഞാനിപ്പോ കുട്ടന്റെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒക്കെ കുറച്ച് സീരിയസ് ആയിരുന്നു. കുട്ടൻ എന്നെ ഒരു വേടിന് വേണ്ടി വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്, പൂക്കടമ്പ്, ഓർക്കുണ്ടോ? അതിനുവേണ്ടി കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആംബിയൻസിൽ നിന്നൊക്കെ മാറിയിട്ട് എന്താ പറയാ, ചിരിച്ച് കളിച്ചൊരു പാട്ടുണ്ടാക്കിയത് ആര്യയായിട്ടാണ്. ആര്യ ഓടിക്കേറി വന്നു, അതിന്റെ കണ്ടന്റ് പറഞ്ഞു, അപ്പൊ വരികൾ ഞാൻ പറയുന്നു, ആര്യ ട്യൂൺ ചെയ്യുന്നു. അങ്ങനെ ഒരു അവസാനം ഒരു ഡാൻസിൽ കലാശിച്ചു. അതെ, അതിന്റെ ഒരു വീഡിയോ ഉണ്ട് അല്ലേ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈകൊട്ടി ഇങ്ങനെ പാടുന്നത്. അങ്ങനെ ആസ്വദിച്ചൊരു പാട്ടുണ്ടാക്കാന്ന് വാസ്തവത്തിൽ എനിക്ക് ആര്യയിൽ നിന്നാണ്. ഭയങ്കര കോൺഫിഡന്റ് ആണ്, നല്ല ധാരണയുള്ള ഒരു കുട്ടിയാണ്. അതെനിക്ക് തോന്നുന്നു ശാസ്ത്രീയ സംഗീതമൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ഏതായാലും എനിക്ക് ഒരുപാട് പ്രിയങ്കരിയായ ഒരു മോളാണ്. അത് മാത്രമല്ല, ശശിയമ്മയുടെ അടുത്തു നിന്നൊക്കെ ഒരു കറക്ഷനോ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പുറത്തേക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കോൺഫിഡൻസാണ്. കാരണം അതിനപ്പുറത്തേക്ക് ഒരു കറക്ഷൻ ആരെങ്കിലും ചോദിച്ചു വന്ന അത്ര ഫൗണ്ടേഷനുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് വേറെ തന്നെയാണ്. ആൻഡ് വേറൊരു കാര്യം, ഏറ്റവും സ്പെഷ്യല്, ശശിയമ്മ എന്റെയും മീനൂട്ടിയുടെ ഒക്കെ പ്രായമാണ്. ആണ്. അതിലെനിക്ക് ഒരു മനസ്സുകൊണ്ട് നമ്മുടെ പ്രായമാണ്, അതിനേക്കാളും കുറവാണ്. അതിനേക്കാളും കുറവാണ്. അതാണ് കുട്ടൻ വെള്ളം കുടിപ്പിച്ചെന്നൊക്കെ പറയണേ. വെള്ളം കുടിപ്പിച്ച അന്ന് ഞാൻ ഒത്തിരി ഒരു വേടിന് വേണ്ടിയിട്ട് കുറേ നേരം വിഷമിച്ചു പോയി. പക്ഷെ അതിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു തലമുറയുടെ കൂടെ നിൽക്കുമ്പോഴും വളരെ സന്തോഷം. ഏതായാലും അന്ന് തുടങ്ങിയിട്ടും ഇവർക്ക് വേണ്ടിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹമാണ്. ഇപ്പൊ ആര്യമായിട്ട് ഞാൻ 4 എണ്ണം ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത പ്ലാനിങ് ഉടനടി 5 മിനിറ്റ് ഇരുന്ന ശശിയമ്മ 3 മിനിറ്റ് കൊണ്ട് പാട്ട് എഴുതി കൈ. സൂപ്പർ.